ഹലോ ഗൈസ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ബേക്കറി സ്നാക്ക് ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 100 ഗ്രാം ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുഞ്ഞു പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് മസാലയ്ക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. 3 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാം. എന്നിട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തോട്ട് ചേർക്കാം. അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ടുള്ള മസാല എടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഒന്ന് ഇളക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി നമുക്ക് മസാല ചേർത്ത് അതും കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള മൈദയുടെ ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു മുട്ടയും കൂടെ ആദ്യമേ ചെറുതായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടി വേണ്ടുന്നത്. പാൻ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. കട്ടി ഒട്ടും തന്നെ കൂടുതലാകാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല കുറച്ച് അതിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച് ബാറ്ററിനകത്തിൽ നിന്ന് തന്നെ കുറച്ച് 2 സൈഡിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആകാൻ വേണ്ടിയാണ്. ആദ്യമേ നമുക്ക് 2 സൈഡും ഇതുപോലെ ബാറ്റർ തേച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും തേച്ചിട്ട് ഇതിനെ അപ്പുറത്തെ സൈഡിലോട്ട് ഫോൾഡ് ചെയ്യണം. അറ്റത്ത് കുറച്ചുകൂടെ നമ്മളുടെ മാവ് തേച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അതിനെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് പാനിൽ തന്നെ കുറച്ച് നേരം വെച്ചേക്കുക. കാര്യം നമ്മളുടെ ഇത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരിക്കും. കുറച്ചേരം ഇരിക്കുമ്പോഴത്തേന് ഹാർഡാവും. നെക്സ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി 3 മുട്ട ബീറ്റ് ചെയ്തത്, കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമേ ഒരു റോള് മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഈ പ്രോസസ്സിങ് 2 തവണ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഒറ്റ തവണ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ വീണ്ടും മുട്ടയിലിട്ടിട്ട് ബ്രെഡ് ക്രംസിലിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു തിക്ക് ലെയറായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ചൂടായ എണ്ണ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് റോൾ അതിനകത്തോട്ട് തിരിച്ച് മറിച്ച് നല്ല രീതിയിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എനിക്കിവിടെ ടോട്ടൽ 5 റോളാണ് കിട്ടിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.